അപ്പൊ അവിടെ ഹജ്ജ് എന്ന് പറഞ്ഞതിന് ശേഷം ഉംറ എന്ന വാക്ക് അടർത്തിയിട്ടാ പറഞ്ഞത്. ഹജ്ജിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഉംറ എങ്കിൽ അങ്ങനെ പറയേണ്ടതില്ല. ഹജ്ജിന് സ്വതന്ത്രമായ ഒരു അസ്തിത്വമുണ്ട്, ഉംറക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കണം എന്ന് ഖുർആൻ പറയുമ്പോൾ ഹജ്ജ് പൂർണ്ണതയിൽ നിർവഹിക്കുന്നത് പോലെ ഉംറയും നിർബന്ധമായും പൂർണ്ണതയിൽ നിർവഹിക്കണം എന്ന അർത്ഥത്തിൽ ഈ ആയത്തിന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ അവരുടെ തീരുമാനപ്രകാരം ഈ ഹജ്ജ് പോലെ ഉംറയും ജീവിതത്തിൽ നിർബന്ധമാണ് എന്നാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആദ്യത്തിൽ പറഞ്ഞ ആ ഇസ്ലാം കാര്യങ്ങൾ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പണിതുയർത്തിയിട്ടുള്ളത് 5 കാര്യങ്ങളിലാണെന്ന് പറയുന്നിടത്ത് പരിശുദ്ധ കാബയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഉംറ എന്ന വാക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്ന് പറയുന്ന ഹജ്ജ് മാത്രമേ നിർബന്ധമുള്ളൂ, ഉംറ നിർബന്ധമാകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ പഠിച്ചു നോക്കിയാൽ ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധവും ഉംറ ഏറ്റവും മുഅക്കദായ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫലമുള്ള ഇസ്ലാമിലെ ഒരു സുന്നത്തായ കർമ്മവും എന്ന് മനസ്സിലാക്കാം. അവൻ പറഞ്ഞത് ഇത്രയാണ്. ഹജ്ജ് കുറേ ദിവസങ്ങൾ കൊണ്ട് ഉംറയെ അപേക്ഷിച്ച് ചെയ്യുന്ന കാര്യമാണ്. ഉംറ എന്ന് പറയുന്നത് അത്ര കർമ്മങ്ങളില്ലാതെ ലളിതമായി ചെയ്യാവുന്നതാണ്. രണ്ടിൻ്റെയും ഉദ്ദേശം ജീവിതത്തിൻ്റെ തഖ്വ എന്ന് പറയുന്ന കർമ്മം തന്നെയാണ്. ഹജ്ജിന്റെ ഭാഗമായി ഉംറ ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഹജ്ജ് 3 തരത്തിൽ നിർവഹിക്കാം. അത് ഹജ്ജിന്റെ ഭാഗമായിട്ട് ഉംറ വരുന്നതുണ്ട്, ഹജ്ജ് മാത്രമായി ഉംറ ഇല്ലാതെ വരുന്നതുണ്ട്. എന്ന് പറഞ്ഞാൽ ഹജ്ജിനെ 3 തരത്തിൽ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാം. അതിലൊന്ന് ഇഫ്രാദ് എന്ന് പറയും. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കർമ്മം, ഫർദ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ, അയാൾ ഹജ്ജ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏതുപോലെ എന്ന് വെച്ചാൽ അയാൾ ഇപ്പം വിദേശത്തു നിന്നൊക്കെ വരുന്ന ഒരാളാണെങ്കിൽ അയാൾ ഏത് ഫ്ലൈറ്റ് മാർഗമാണോ അപ്പോൾ ജിദ്ദയിലേക്ക് വന്നിറങ്ങുന്നത്, അയാൾ ദുൽഹജ്ജ് 8-നാണ് വന്നിറങ്ങുന്നത് നമ്മൾ കരുതുക. അങ്ങനെ വന്നിറങ്ങുമ്പോൾ അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു വന്നു, അയാൾ മക്കയിലേക്കൊന്നും പോകുന്നില്ല, മറിച്ച് അയാൾ അറഫയിലേക്കാണ് വരുന്നത്, ഹജ്ജിൻ്റെ കർമ്മത്തിലേക്ക് നേരിട്ട് വരികയാണ്. അങ്ങനെ ഹജ്ജിന് വേണ്ടി അയാൾ അറഫയിൽ വന്നു, അന്ന് രാത്രി മുസ്ദലിഫയിൽ വന്നു, അതുപോലെ ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞു, ഹജ്ജിൻ്റെ തവാഫുൽ ഇഫാലയും സഅയും നടത്തി മുടിയെടുത്ത് അയാൾ തവാഫുൽ വിദാ കൂടി നിർവഹിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു.